പീസ് ആൻഡ് ജോയ്. അസിസിലെ ഫ്രാൻസിസ് സാന്താമിയാനോയ്ക്ക് അടുത്തുള്ള വനത്തിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. അതിനുശേഷം പിന്നീട് വീണ്ടും അദ്ദേഹം ആ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. അവിടുന്ന് വലിയ പ്രാർത്ഥനാ അനുഭവത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഫ്രാൻസിസ് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പീറ്റർ ബെർണാദ് തൻ്റെ മകനെ തപ്പി നടക്കുകയാണ്. ഒടുവിൽ ഒരു തെരുവിൽ വെച്ച് അദ്ദേഹം അവനെ കണ്ടുമുട്ടി. അദ്ദേഹം പെട്ടെന്ന് തന്നെ അവനെ ബന്ധനസ്ഥനാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി 5 അടി മാത്രം ഉയരമുള്ള ഒരു മുറിക്കുള്ളിലേക്ക് അദ്ദേഹത്തെ തള്ളി. അവിടെ അത് ലോക്ക് ചെയ്ത് ആ കീ തൻ്റെ മകനായിട്ടുള്ള ആഞ്ചലോയെ ഏൽപ്പിച്ചു. ആഞ്ചലോയ്ക്ക് ഏകദേശം പിതാവിൻ്റെ തന്നെ സ്വഭാവമായിരുന്നു. ആഞ്ചലോ തക്കം പാർത്തിരുന്നു. ഫ്രാൻസിസിനെ എങ്ങനെയെങ്കിലും തൻ്റെ സാമ്പത്തികമായിട്ടുള്ള ആ നിയന്ത്രണത്തിൽ നിന്ന് അല്ലെങ്കിൽ അധികാരത്തിൽ നിന്നും അവകാശത്തിൽ നിന്നുമൊക്കെ ഒന്ന് പുറന്തള്ളണം. അങ്ങനെ ഇരിക്കുമ്പോൾ പീക്കപ്പ് തൻ്റെ മകനെ സന്ദർശിക്കുന്നുണ്ട്. അപ്പനും അനുജനും ഇല്ലാത്ത അവസരത്തിലൊക്കെ സ്നേഹത്തോടെ കണ്ണുനീരോടുകൂടി ആ അമ്മ മകനോട് നീ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പറയുന്നത് ഇതെൻ്റെ പാപത്തിൻ്റെ പ്രതിഫലമായിട്ട് എനിക്ക് കിട്ടിയതാണ് അമ്മേ, അമ്മ വിഷമിക്കേണ്ട, ഇതെല്ലാം എൻ്റെ വിശുദ്ധീകരണത്തിനാണ്. ആഞ്ചലോ പിതാവിനോട് പറഞ്ഞു, ഫ്രാൻസിസ് ദരിദ്രർക്കായിട്ട് എല്ലാം വിറ്റ് തുലയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പിതാവിൻ്റെ സ്വത്തിൻ്റെ പകുതി എനിക്ക് അവകാശമുണ്ടെന്ന് ഫ്രാൻസിസ് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാനാവില്ല. അത് ആർക്കെങ്കിലും എഴുതി വെച്ചാലോ? അതുകൊണ്ട് ഒരു പരാതി ബോധിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസിനെ നിരവകാശിയാക്കി മാറ്റണം, സ്വത്തിന് അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കണം. ഈ പരാതി ഗീദോ മെത്രാൻ്റെ അടുക്കിലെത്തി. കാരണം പീറ്റർ ബെർണാദിൻ്റെ മനസ്സിൽ ഒരു വൈരാഗ്യം പുകയുന്നുണ്ടായിരുന്നു. സാന്താമിയാനോയുടെ വികാരി ആ പണക്കിഴി അവിടെ നിന്ന് എടുക്കരുത്, അതിനൊരു തീർപ്പുണ്ടായതിന് ശേഷം മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹത്തിൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഗീദോ മെത്രാൻ്റെ സദസ്സിൽ പീറ്റർ ബെർണാദും ഫ്രാൻസിസും സാന്താമിയാനോയുടെ വികാരിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ഒത്തുചേർന്നു. ഗീദോ മെത്രാൻ ചോദിച്ചു, ഫ്രാൻസിസ്, നീ ചെയ്തതൊക്കെ എന്താണ്? നിന്റെ പിതാവിൻ്റെ ആരോപണങ്ങൾ ശരിയാണോ? ഫ്രാൻസിസ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ സ്വത്ത് ഞാൻ കുറച്ചൊക്കെ വിറ്റു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഞാൻ അധ്വാനിച്ചതിൻ്റെ ഒരു വകുപ്പ് അല്ലേ ഞാൻ എടുത്തത്, ഒരു വകയല്ലേ ഞാൻ എടുത്തത്. ഉടനെ തന്നെ പീറ്റർ ബെർണാദ് പറഞ്ഞു, ഇതൊക്കെ വിറ്റ് ആ നിൽക്കുന്ന വികാരിയച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പണം തിരികെ ചോദിച്ചപ്പോൾ ആ വികാരി പറഞ്ഞു അതിനൊരു തീർപ്പുണ്ടായിട്ട് എടുത്താൽ മതി. ഗീദോ മെത്രാൻ വികാരിയച്ഛനെ നോക്കി. വികാരിയച്ഛൻ പറഞ്ഞു, ഫ്രാൻസിസ് സ്വത്തൊക്കെ വിറ്റു എന്ന് പറയുന്നത് ശരിയല്ല, കുറച്ച് മാത്രമാണ് വിറ്റിരിക്കുന്നത്, അതും അവൻ അവകാശപ്പെട്ടതല്ലേ. 14 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെ അവൻ അധ്വാനിച്ച ആ 10 വർഷത്തെ വേതനം മാത്രം അതിൽ വേതനത്തോളം അത് വരില്ലല്ലോ. ഉടനെ ഗീദോ മെത്രാൻ പറഞ്ഞു, അതൊക്കെ ശരിയാവാം, പക്ഷേ തർക്കമുള്ള സ്വത്ത് പള്ളിക്ക് ആവശ്യമില്ല, അത് തിരികെ കൊടുക്കുക. വിനീതനായി വികാരിയച്ഛൻ അതെടുത്ത് പീറ്റർ ബെർണാദിൻ്റെ കൈകളിലേക്ക് കൈമാറി. പീറ്റർ ബെർണാദ് വളരെ സന്തോഷത്തോടെ പുച്ഛഭാവത്തിൽ വികാരിയച്ഛനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോഴെങ്ങനെയായി? എൻ്റെ സ്വത്ത് എവിടെയാണെങ്കിലും എടുക്കുവാനും പിടിച്ചു വാങ്ങുവാനും എനിക്ക് സാധിക്കും. ഫ്രാൻസിസ് പിതാവിൻ്റെ നേരെ നോക്കി. ഫ്രാൻസിസിൻ്റെ നേരെ നോക്കിക്കൊണ്ട് പിതാവ് വീണ്ടും മെത്രാനോട് പറഞ്ഞു, ഇവൻ എൻ്റെ സ്വത്ത് ഇനി മുതൽ ദൂർത്തടിക്കാതിരിക്കാൻ ഇവനെ നിരവകാശിയായിട്ട് അങ്ങ് പ്രഖ്യാപിക്കണം. ഉടനെ ഫ്രാൻസിസ് പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് അങ്ങയുടെ സ്വത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈശോ എന്നോട് പറഞ്ഞത് ഞാൻ അനുസരിക്കാനായിട്ട് നോക്കിയതാണ്. ഫ്രാൻസിസിന് നേരെ കോപത്തോടു കൂടി പീറ്റർ പറഞ്ഞു, നീ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും എൻ്റേതാണ്, പിന്നെ നിനക്ക് സംസാരിക്കാൻ എന്തവകാശം? ഫ്രാൻസിസ് പെട്ടെന്ന് ഉള്ളിലേക്ക് പോയി ഒരു കൊച്ചു മുറിയിലേക്ക് കയറി തൻ്റെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞെടുത്ത് തൻ്റെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് എന്നിട്ട് പറഞ്ഞു, ഇത് അങ്ങ് എടുത്തുകൊള്ളുക. ഫ്രാൻസിസിൻ്റെ മനസ്സിൽ ഒരു തിരുവചനം മുഴങ്ങിക്കൊണ്ടിരുന്നു. നിന്നോട് വഴക്കുണ്ടാക്കി നിന്റെ അങ്കി എടുക്കുന്നവന് നിന്റെ മേൽവസ്ത്രം കൂടി കൊടുക്കുക എന്ന് പറയുന്ന ആ തിരുവചന ഭാഗം ഫ്രാൻസിസിൻ്റെ മനസ്സിൽ ആ സമയം മുഴങ്ങിക്കൊണ്ടിരുന്നു. പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഇതെല്ലാം ഞാൻ നിനക്ക് തരികയാണ്. എനിക്ക് അങ്ങയുടെ വെറുപ്പ് വേണ്ട, അങ്ങയോട് എനിക്ക് യാതൊരു വെറുപ്പുമില്ല, അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. പീറ്റർ ബെർണാദ് അതെല്ലാം വാരിയെടുത്ത് ഫ്രാൻസിസിനെ അനുഗ്രഹിക്കാൻ മടിച്ചുകൊണ്ട് അല്പം പുറകോട്ട് മാറി നിന്നു. അല്പനേരം ഫ്രാൻസിസ് ആ നിലത്ത് മുട്ടുകുത്തി തൻ്റെ പിതാവായിട്ടുള്ള പീറ്ററിൻ്റെ മുമ്പിൽ അല്പനേരം നിശബ്ദനായി നിന്നു. ഗീദോ മെത്രാൻ എല്ലാം അത്ഭുതത്തോടെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. അല്പനേരം കഴിഞ്ഞിട്ടും പിതാവ് തന്നെ അനുഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഫ്രാൻസിസ് പതിയെ എഴുന്നേറ്റ് തൻ്റെ അവശേഷിച്ച വസ്ത്രം കൂടി ഊരി ആ പിതാവിൻ്റെ കാൽക്കൽ വെച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇനി മുതൽ
ഇതുവരെ ഞാൻ പീറ്റർ ബെർണാർഡിനെ എൻ്റെ പിതാവായിട്ട് ഞാൻ കരുതി. എന്നാൽ ഇനി മുതൽ എൻ്റെ പിതാവ് സ്വർഗസ്ഥനായ ദൈവമാണ്. സ്വർഗസ്ഥനായ ദൈവമാണ് എൻ്റെ പിതാവ്. അവിടെ ആ ദിവ്യമായ അനുഭവത്തിലേക്ക്, ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് ഫ്രാൻസിസിനെ ഈ സംഭവങ്ങളെല്ലാം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വിശുദ്ധ ഫ്രാൻസിസ് ജനിക്കുകയാണ്. അവിടെയാണ് ഫ്രാൻസിസിൻ്റെ പുൽക്കൂടെന്ന് വേണേൽ നമുക്ക് പറയാം. ഫ്രാൻസിസ് ജനിക്കുന്നത് അവിടെയാണ്. ഫ്രാൻസിസിൻ്റെ രണ്ടാം ജന്മം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാം ഉരിഞ്ഞെടുത്ത്, എല്ലാം പിതാവിൻ്റെ, ഈ ഭൂമിയിലെ പിതാവിൻ്റെ കൈകളിലേക്ക് കൊടുത്തിട്ട്, സ്വർഗസ്ഥനായ ദൈവമാണ് എൻ്റെ പിതാവെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് സാധിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ, ഒരു മനുഷ്യൻ ആർജിക്കുന്ന സമ്പന്നതയുടെ അതിൻ്റെ ആഘോഷം പിന്നീട് ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ കാണുകയാണ്. ഗീദോ മെത്രാൻ ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ മേലങ്കി കൊണ്ട്, കാപ്പ് കൊണ്ട് ഫ്രാൻസിസിനെ പൊതിഞ്ഞു പിടിച്ചു. അതിനുശേഷം ഒരു വേലക്കാരൻ്റെ, ശുശ്രൂഷകൻ്റെ ഉടുപ്പിന് വേണ്ടിയിട്ട് ഫ്രാൻസിസിനെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഒന്നുകൂടി നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ അതിലൊക്കെ ദൈവികമായ ഒരു ഇടപെടലും, ദൈവികമായ ഒരു തുറവിയും, ദൈവികമായ ഒരു പുതിയ തുടക്കവും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട്. ക്രിസ്തു എൻ്റെ ജന്മാവകാശമാണെന്ന് വിശുദ്ധ ക്ലാര പറയുന്ന പോലെ, ദൈവം എൻ്റെ ജന്മാവകാശമാണെങ്കിൽ, ക്രിസ്തു എൻ്റെ ജന്മാവകാശമാണെങ്കിൽ, പരിശുദ്ധ ത്രിത്വം എൻ്റെ ജന്മാവകാശമാണെങ്കിൽ, എൻ്റെ ജീവൻ എൻ്റെ ദൈവത്തിൽ നിന്നാണെങ്കിൽ, എൻ്റെ പിതാവേ എന്ന് വിളിക്കുന്നിടത്ത് ഒരു പുതിയ മനുഷ്യൻ ജനിക്കുകയാണ്. ദൈവം ആ മനുഷ്യനിൽ തൻ്റെ കൃപയും തൻ്റെ ശക്തിയും തൻ്റെ അഭിഷേകവും തൻ്റെ ജീവനും നിറയ്ക്കുകയാണ്. നമുക്ക് കുറവുള്ള ജീവൻ ക്രിസ്തുവിൽ നിന്ന് ആർജിച്ചെടുക്കാൻ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അവന് വിട്ടുകൊടുക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.